മലയാറ്റൂരിലെ ആന നമ്മുടെ ആ കിണറ്റിൽ വീണ കുട്ടിയാനെ ഇപ്പോൾ നൈസായിട്ട് കരക്കെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് JCB കൊണ്ടൊക്കെ വഴിയൊക്കെ ഉണ്ടാക്കി. അടിപൊളി. ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ആന കരക്കേറി നല്ല ഫുൾ എനർജിയിലാണ്. അപ്പോൾ അതിൻ്റെ അച്ഛന്മാരുടെ അമ്മമാരുടെ അടുത്തേക്ക് പോവാ ആ പരിപാടിയല്ലേ? രാവിലെ തുടങ്ങിയതാ. ആനയ്ക്ക് നല്ല ഊർജ്ജമുണ്ട് ഇപ്പോഴും. പക്ഷെ നമ്മുടെ ക്യാമറമാൻ അടക്കമുള്ളവർ സൈഡ് എത്തിയിട്ടുണ്ട്. എന്തായാലും ആനക്കുട്ടി രക്ഷപ്പെട്ടു. അതിന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് ആനക്കുട്ടി പോകുന്നു. അതിനെ രക്ഷപ്പെടുത്തി. രാവിലെ മുതൽ തുടങ്ങിയ കഷ്ടപ്പാടാണ്, രാവിലെ മുതൽ തുടങ്ങിയ രക്ഷാപ്രവർത്തനമാണ്. അത് ഫലം കണ്ടിരിക്കുന്നു. ഈ മലയ്ക്ക് മുകളിൽ ആന കൂട്ടം കാത്തു നിൽപ്പുണ്ട്. അതിനെ വനം വകുപ്പ് ഈ ആനക്കൂട്ടത്തെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതിനടുത്തേക്ക് ആനക്കുട്ടിയെ ഓടിച്ചു വിട്ടിരിക്കുകയാണ് വനം വകുപ്പ്. അത് ആനക്കൂട്ടത്തിനൊപ്പം ചേർന്നു എന്ന് ഉറപ്പാക്കാൻ വനം വകുപ്പിന്റെ സംഘം അതിനെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ തുമ്പിക്കൈക്ക് ഒരു ചെറിയ തോതിൽ ഉരവ് സംഭവിച്ചിട്ടുണ്ട്. അത് ഇതിൽ വീണപ്പോഴുണ്ടായ ഉരവാണ്. അത് അത്ര വലിയ പ്രശ്നമല്ല എന്ന് തോന്നുന്നു. അത് ഇപ്പോൾ എന്തായാലും ആനക്കൂട്ടത്തിനൊപ്പം ഉൾക്കാട്ടിലേക്ക് പോകാൻ രാവിലെ തുടങ്ങിയതാണ്. വായ്വട്ടമില്ലാത്ത ഒരു കിണറ്റിനുള്ളിലേക്ക് ആനക്കൂട്ടത്തിനൊപ്പം എത്തിയ 2 വയസ്സുള്ള ആനക്കുട്ടി വീഴുന്നു. ആ സമയം മുതൽ തന്നെ ഇവിടെ ആളുകൾ എത്തുന്നു. പഞ്ചായത്ത് മെമ്പർ അടക്കം ഇവിടെ എത്തി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. അവരെത്തുന്നു. പിന്നീട് JCB കൊണ്ടുവരുന്നു. ആ സമയത്ത് ഒരു ചെറിയ പ്രതിഷേധം. ആ പ്രതിഷേധത്തിൽ അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശാശ്വതമായ പരിഹാരം വേണമെന്നുള്ളതാണ്. അത് അനുരഞ്ജന ചർച്ചയിലൂടെ അത് പരിഹരിച്ചു. പിന്നീട് ആനക്കുട്ടിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടങ്ങി. ആ വായ്വട്ടമില്ലാത്ത കിണറിന് ആദ്യം വായ്വട്ടം ഉണ്ടാക്കി, പിന്നീട് ചരിച്ചൊരു വഴിവെട്ടി. അതിലേക്ക് ഏറ്റവും ഒടുവിൽ ആ വഴിയിലൂടെ ആനക്കുട്ടിയെ പുറത്തെത്തിച്ചു. അതിന്റെ അച്ഛനും അമ്മയും ഒക്കെ അടങ്ങുന്ന ആനക്കൂട്ടത്തിനിടയിലേക്ക് അതിനെ ഇപ്പോൾ വിട്ടിരിക്കുന്നു. അതിന്റെ ഒരു ആഹ്ലാദം, ആരവം ഇപ്പോൾ ഇവിടെ കേൾക്കാനുമുണ്ടായിരുന്നു. അതാണ് ഈ ഇപ്പോൾ കണ്ടത്. എന്തായാലും ഒരു വലിയ ഇന്നലെ രാത്രി 12:30 വീണതാണ്. 12:30 വീണപ്പോൾ മുതൽ അത് ആ കിണറ്റിൽ വെള്ളം ഇളക്കി മറിച്ച് ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. വലിയ ആരോഗ്യ പ്രശ്നമോ ക്ഷീണമോ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ ശ്രീകാന്ത്? ആന നല്ല ജിൽ നിൽക്കുകയാണ്, വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം. കാരണം അതിന് ഇതുവരെയും ഒരു ക്ഷീണമോ തളർച്ചയൊന്നും കാണാനൊന്നുമില്ല. ആന ഇതിൽ നിന്നും കയറി, ഈ കിണറ്റിൽ നിന്നും കയറി ആളുകൾ വലിയ ആരവമുണ്ടാക്കി. ഒരു ചെറിയ പടക്കമൊക്കെ പൊട്ടിച്ചപ്പോഴേക്കും അത് പിന്തിരിഞ്ഞോടി. അതിന് വന്ന വഴിയൊക്കെ തന്നെ വളരെ കൃത്യമായി അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. ഈ ആനക്കൂട്ടത്തിന് അടുത്തേക്കാണ് ഈ റബ്ബർ തോട്ടത്തിനുള്ളിലേക്ക് ഓടി മറയുന്ന ദൃശ്യങ്ങളടക്കം കണ്ടു. ആൾക്കൂട്ടത്തിന്റെ ആരവം അതിനൊപ്പം ഉണ്ടായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആശ്വാസം, പോലീസിന് ആശ്വാസം, ജനങ്ങൾക്ക് ആശ്വാസം. ഇവിടെ കൂടി നിന്ന മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർക്കെല്ലാം ആശ്വാസം. രാവിലെ തുടങ്ങിയ പണിയാണ്. ഏറ്റവും ഒടുവിൽ ആനക്കുട്ടി സുഖമായി അതിന്റെ ആനക്കൂട്ടത്തിന് അടുത്തേക്ക് മടങ്ങുന്നു. അപ്പോൾ വീട്ടുകാരുടെ അടുത്ത് എത്തുന്ന വരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിന്നാലെ ഉണ്ട് അല്ലേ? അപ്പോൾ അവരുമായി ചേർന്നു എന്ന് ഉറപ്പിച്ചിട്ടേ ആ ദൗത്യം ഏതാണ്ട് പൂർണ്ണമാവുള്ളൂ. അതെ, അത് അവരുടെ ഉത്തരവാദിത്വമാണ്. അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവർ നേരത്തെ മുതൽ തന്നെ ഈ ആനക്കൂട്ടത്തെ നിരീക്ഷിച്ച് ഈ മലമുകളിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് താഴെ ഉണ്ടായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആനക്കുട്ടിയെ ഓടിച്ച് വിട്ടിട്ടുണ്ട്. അത് ഏറ്റവും മുകളിൽ എത്തി ആനക്കൂട്ടത്തിനൊപ്പം ചേരുന്നു എന്ന് ഉറപ്പാക്കും. കാരണം പരിക്കോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ, വഴിതെറ്റി ഇവിടെ സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ടോ, അല്പം ജനവാസ മേഖല കൂടിയാണ്, അതെല്ലാം അവർക്ക് നോക്കേണ്ടതുണ്ട്. അതിനാൽ അതിനൊപ്പം എന്തായാലും ഉണ്ടാകും. അതിനെ ആനക്കൂട്ടത്തിനൊപ്പം ആക്കിയതിനു ശേഷമേ മടങ്ങുകയുള്ളൂ അവർ. ഇടയ്ക്ക് തിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടോ? അത് ഒരു അക്രമാസക്തനായി തിരിഞ്ഞു നിൽക്കുന്നതാണോ അതോ എന്താണ് ഉള്ള കിടപ്പാണ്? ആ സമയം മുതൽ ഈ ആൾക്കൂട്ടം ഇങ്ങനെ ചുറ്റും നിൽക്കുന്നുണ്ട്. കയറി വന്നപ്പോഴും ആൾക്കൂട്ടം വാരവും ഉണ്ടാക്കുന്നുണ്ട്. തൊട്ട് പിന്നാലെ ഓടുന്നുണ്ട് ആളുകൾ. ആ ഒരു കാഴ്ചയിൽ അത് തിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഒരുപക്ഷെ അതിന്റെ നീരസം ഈ ഇത്രയും നേരം ഈ കിണറ്റിനുള്ളിൽ കിടന്ന് കരയിലേക്ക് കയറി വരുമ്പോൾ ആ സമയത്ത് പോലും ഒരു സമാധാനം തരില്ലേ എന്ന നീരസവും നോട്ടവും ആയിരിക്കണം അത് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെ എത്രയും വേഗം കുടുംബത്തിനടുത്തേക്ക്, ആനക്കൂട്ടത്തിനടുത്തേക്ക് എത്താനുള്ള ഓട്ടമാണ്. ശ്രീകാന്ത്, അത് നമ്മൾ സാധാരണ കാണുന്ന കിണറിനേക്കാൾ കുറച്ച് ആഴമുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള കുത്തനെയുള്ള കിണറാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് ഈ വഴിവെട്ടുക എന്ന് പറയുന്നത് JCB ഡ്രൈവർക്ക് ഒരു അഭിനന്ദനം അറിയിക്കണമെന്ന് വിഷ്ണു സുരേന്ദ്രൻ നിർവേഷം പറയുന്നുണ്ട്. ഒരു അഭിനന്ദനം അറിയിക്കുന്നുണ്ടല്ലേ ആ JCB ഡ്രൈവർ? തീർച്ചയായും. കാരണം ഇതൊരു മല മുകളാണ്. ആ മലമുകളിൽ ഏറ്റവും അടിവാരത്തായി ഉണ്ടായിരുന്ന ഒരു കിണറ്റിലേക്കാണ് ഇത് വീണത്. ഏറ്റവും സമഗ്രം 13 കോൽ താഴ്ചയുണ്ട് ഈ കിണറിന്. അതിനകത്തേക്ക് സ്ലോപ്പായി ഒരു വഴി വെട്ടിയിടുക, ആനയ്ക്ക് പരിക്കേൽക്കാതെ വഴി വെട്ടുക, ആനയുടെ ദേഹത്തേക്ക് കല്ലും മണ്ണും വീഴാതിരിക്കുക,
താഴെ നിന്നും ആനയ്ക്ക് കയറി വരുന്നതിന് പാകത്തിൽ ലൈവായി തന്നെ വളരെ കുറഞ്ഞ ചുരുക്കം സമയം കൊണ്ട് ഈ തിരക്കിനിടയിൽ വഴിവെട്ടുക എന്ന് പറയുന്നത് അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഒരു ജഗജാല കില്ലാടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ തന്നെ പണി അദ്ദേഹം വളരെ വേഗം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ഇപ്പൊ ആനയുടെ കൂടെ ഉണ്ടായിരുന്നവർ നിൽക്കുന്നത് എത്ര ദൂരം അകലെയാണ്? ഈ ആനക്കുട്ടിക്ക് എത്രത്തോളം ഓടേണ്ടി വരും? അങ്ങോട്ട് എത്ര ദൂരം ഓടേണ്ടി വരും? അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ഇവിടെ നിന്ന്. കാരണം ഇവിടെ ഏതാണ്ട് 10-15 ആനകൾ ഉണ്ടായിരുന്നു രാവിലെ. അതിനെ ഗുണ്ട് പൊട്ടിച്ചാണ് ഓടിച്ച് മല കയറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ഈ മല കയറി ഇറങ്ങേണ്ടി വരും. ഇടയ്ക്ക് അതിന്റെ തള്ളയാന താഴെ വരെ വന്നു പോയിരുന്നു ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും. പക്ഷെ വീണ്ടും വനംവകുപ്പ് തോട്ട പൊട്ടിച്ച് അതിനെ വീണ്ടും മല കയറ്റി. അപ്പൊ അത്യാവശ്യം ഓടി മറയേണ്ടി വരും ആനക്കുട്ടിക്ക് ആനക്കൂട്ടത്തിനടുത്തെത്താൻ. പക്ഷെ അത് അത്ര ശ്രമകരമല്ല. കാരണം ആ ഇറങ്ങി വന്ന വഴിയിലൂടെ തന്നെയാണ് ആനക്കുട്ടി തിരികെ ഓടിക്കയറുന്നത്. അല്പസമയത്തിനകം ആനക്കൂട്ടത്തിനൊപ്പം അത് എത്തും എന്നാണ് കരുതുന്നത്. അത്യാവശ്യം ദൂരമുണ്ട്, നോക്കിയാൽ അത്യാവശ്യം ദൂരമുണ്ട്. പക്ഷേ അത് മനുഷ്യനെ സംബന്ധിച്ചായി ആണ് ഈ മല മുഴുവൻ കയറി അങ്ങ് എത്തുക എന്ന് പറയുന്നത് ശ്രമകരം. പക്ഷേ ആനക്കുട്ടി അത്യാവശ്യം വേഗതയിൽ തന്നെ ഓടി പോകുന്നതാണ് കണ്ടത്. അതിൽ വലിയ ശാരീരിക അവശതയൊന്നും കാണാനില്ല. വളരെ വേഗം എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീകാന്ത്, ഈ മേഖലയെ പറ്റി നാട്ടുകാർ പറയുന്നത് എന്താണ്? ഇപ്പൊ ഇത് നമ്മൾ ഈ പൊടിക്കുഞ്ഞ് എന്ന് പറയുന്ന പോലെ തീരെ പൊടിയാനെയാന്ന് തോന്നുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്? എങ്ങനെയാണ് ഈ കിണറ്റിൽ വീണത്? ഇത് കൂട്ടത്തോടെ വന്നപ്പോൾ വീണതാണോ? അങ്ങനെയെങ്കിൽ ഈ നമുക്കിപ്പോൾ ഇത് കാണുമ്പോൾ കൗതുകമാണെങ്കിലും നാട്ടുകാരുടെ നെഞ്ചിലൊരു ആദ്യം എന്തായാലും ഉണ്ടാവും. ശ്രീകാന്ത്, ഇത് ഇന്ന് അപ്രതീക്ഷിതമായി വന്ന ആനക്കൂട്ടമല്ല. ഇത് ഇടയ്ക്ക് ഇവിടെ ഇറങ്ങുകയും ഇവിടെ നാശനഷ്ടം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഈ നീലീശ്വരം പഞ്ചായത്ത് ഒരു ആന ശല്യം വളരെ ഗുരുതരമായി നേരിടുന്ന ഒരു പഞ്ചായത്താണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ ദിവസമാണ് ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിന്റെ തിടപ്പള്ളി തകർത്തത്. SNDP ഗുരുമന്ദിരത്തിന്റെ മതില് തകർത്തു. വീടുകൾ ഇരിക്കുന്ന മേഖലയിലൊക്കെ തന്നെ ഇറങ്ങാറുണ്ട് ആന. അതോടൊപ്പം ജംഗ്ഷനിലേക്ക്, ഇന്ന് തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് എത്താറുണ്ട്. അങ്ങനെ ആനശല്യം നേരിടുന്ന ഒരു മേഖലയാണ്. ഇന്നലെ രാത്രി കൂട്ടമായി എത്തുകയായിരുന്നു. കൂട്ടമായി എത്തിയപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടിയാന, 2 വയസ്സുള്ള കുട്ടിയാനയാണ്, 2 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടിയാനയാണ് ഈ കിണറ്റിലേക്ക് വീണത്. പിൻവാങ്ങാൻ തയ്യാറായില്ല. ആനക്കൂട്ടം ഇവിടെ തന്നെ നിന്നു. ചിഹ്നം വിളിച്ചും പരിഭ്രാന്തി സൃഷ്ടിച്ചും ഇവിടെ തന്നെ നിലയുറപ്പിച്ചു. പൊതുജനങ്ങൾ രാവിലെ ഈ ചിഹ്നം വിളി കേട്ടാണ് താമസിക്കുന്ന ആളുകൾ എഴുന്നേറ്റത്. അവരിതിനെ ഓടിക്കാൻ ശ്രമം നടത്തി, ഓടിയില്ല. പിന്നീട് ഫോറസ്റ്റുകാർ കൂടി എത്തി തോട്ട പൊട്ടിച്ച് ഓടിക്കുകയായിരുന്നു. മലകയറ്റി വിടുകയാണ് ഉണ്ടായത്. ആളുകൾ കൂടിയതോടെ പിന്നെ ആനക്കൂട്ടം താഴേക്ക് ഇറങ്ങി വന്നതുമില്ല. ഇടയ്ക്ക് തള്ളയാന 9 മണിക്ക് ഒന്ന് ഇറങ്ങി വന്നിരുന്നു. അതേ വീണ്ടും മല കയറ്റി വിട്ടു. ഇപ്പോൾ ആനക്കുട്ടിയെയും സുരക്ഷിതമായി കരക്കെത്തിച്ചു, മല കയറ്റി വിട്ടിട്ടുണ്ട്. വിനിയെന്നൊരു പ്രേക്ഷകൻ പറഞ്ഞു ആനക്കുട്ടി കരക്ക് കയറി അടി ജിഞ്ചിന്നാക്കടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി. പോയിക്കോട്ടെ